അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ അധികാര അവകാശങ്ങളിലോ പ്രവർത്തനങ്ങളിലോ ഏതെങ്കിലും വസ്തുവിന് അവനോട് സമത്വവും സാദൃശ്യവും സങ്കല്പിക്കുന്നതിൽ നിന്നാണ് ശിർക്ക് ഉണ്ടാകുന്നത്. യഥാർത്ഥം മുമ്പ് പറഞ്ഞതായിരിക്കും. അതായത് അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവരെയും സൃഷ്ടിക്കുന്നു, ആരും അവനെ സൃഷ്ടിക്കുന്നില്ല. എല്ലാവരും അവനോട് പ്രാർത്ഥിക്കുന്നു, അവൻ ആരോടും പ്രാർത്ഥിക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള അള്ളാഹുവിന് ഭൂമിയിൽ നമ്മൾ സാധാരണ പരിചയപ്പെട്ട യാതൊരു ഉപമയും സാദൃശ്യവും അള്ളാഹുവിന് ഉണ്ടാക്കി തീർക്കരുത്. അതിൻ്റെ ഗൗരവവും അതുമൂലം നേരിടുന്ന ഭവിഷ്യത്തുകളും അള്ളാഹുവിനാണ് അറിയുക. നിങ്ങൾക്ക് അതറിയില്ല. അതിനാൽ നിങ്ങൾ അള്ളാഹുവിന് ഉപമ ചമക്കരുത്. അഥവാ അള്ളാഹു ഇന്നതുപോലെയാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്നതുപോലെയാണ് എന്ന് ഭൂമിയിലെ ഏതെങ്കിലുമായിട്ട് അതിനെ ഒപ്പിച്ച് പറയാൻ പാടില്ല. അതായത് അള്ളാഹുവിന് പങ്കുകാരുണ്ടെന്നോ ഭാര്യ സന്താനങ്ങളുണ്ടെന്നോ നിങ്ങൾ ജൽപ്പിക്കരുത്. അവനെ സൃഷ്ടികളോട് സാമ്യപ്പെടുത്തരുത്. അവന് ഉദാഹരണം പറയരുത്. കാരണം അള്ളാഹു ഏകനാണ്. അവനെ ഉദാഹരിക്കാൻ പറ്റിയ ഒന്നും ഈ ലോകത്തില്ല. അതായത് ചിലർ പറയാറുണ്ട്, ഞങ്ങൾ ആരാധന അർപ്പിക്കുന്നതിലും എത്രയോ മഹത്തരമായ സ്ഥാനത്തിനും പ്രതാപത്തിനും ഉടയവനാണ് അള്ളാഹു. അതിനാൽ ഞങ്ങൾ നക്ഷത്രങ്ങളെയും മാലാഖമാരെയും പുണ്യാളന്മാരെയും ആരാധിക്കുന്നു. അവർ വലിയ ദൈവമായ അള്ളാഹുവിനെയും എന്ന ഈ ഇടയാള സങ്കല്പത്തെ ആവാം മസൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ രാജാവിൻ്റെ അടുത്തൊരു കാര്യം ബോധിപ്പിക്കാൻ അതിന് മധ്യസ്ഥന്മാരെ അല്ലെങ്കിൽ അതിൻ്റെ ഇടയാളന്മാരെ തേടാറുണ്ടല്ലോ. അതുപോലെ രാജാവിൻ്റെ അടിമകളെ ആരാധിക്കൽ രാജാവിനെ ആരാധിക്കുന്നത് തന്നെയാണല്ലോ എന്ന് അവർ ന്യായം പറയുന്നു. എന്നാൽ അള്ളാഹു പറയുന്നത് ഇടത്തട്ടുകാരനുമില്ലാതെ തന്നെ ആരാധിക്കാനും ഒരിടയാളനുമില്ലാതെ തന്നോട് ചോദിക്കാനുമാണ്. ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ ഉത്തരം നൽകും. പ്രത്യേകിച്ച് നോമ്പാണ് വരുന്നത്. നോമ്പിൻ്റെ ആയത്തിൻ്റെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, എൻ്റെ അടിമകൾ നബിയെ താങ്കളോട് എന്നെപ്പറ്റി ചോദിച്ചാൽ താങ്കൾ പറയുക, ഞാൻ അവരുമായി വളരെ അടുത്തവനാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.